പെണ്ണോട് ഞാൻ പറഞ്ഞതാ ഞാൻ കൊണ്ടാക്കാന്ന്. അതെങ്ങനെയാ പറഞ്ഞാ കേക്കണ്ടേ? ആ പിന്നെ കുഞ്ഞാ, ഈ പെണ്ണിനെവിടെ പോയി? കുഞ്ഞാ, செல்லக்குட்டி பொண்ண காண சிலையாக நிக்கிற வாடி, அள்ளிக்கிட்டு போக போற அழகா நீ பொண்ணையும் தாடி. ചൂട് കാപ്പി. നീ ഇതെവിടെയായിരുന്നു? പറഞ്ഞിട്ടൊക്കെ പോകണ്ടേ? ഓഹോ, ഞാൻ നീ തൊട്ടടുത്ത് തന്നെയല്ലേ ഉണ്ടായിരുന്നത്. ഒന്ന് പറഞ്ഞിട്ട് പോയാലെന്താ? ഓ എന്റെ അമ്മ, എന്നെ എന്താ ആരും പിടിച്ചോടുവോ? ആ ചിലപ്പോ പോയാലോ? ആ അങ്ങനെ പോയാലേ എന്റെ അച്ഛൻ പോലീസാ, അവനെ ഇട്ടിച്ച് ശരിയാക്കും അല്ല അച്ഛൻ? ഈ പെണ്ണ് ഈ ട്രെയിൻ എന്താ ലേറ്റ് ആവുന്നേ? ഒന്ന് അടങ്ങുവല്ലേ, എന്ത് ധൃതിയാ നോക്കിക്കേ. ഒറ്റയ്ക്കാ പോകുന്നത്, ശ്രദ്ധിച്ചൊക്കെ പോണം കേട്ടല്ലോ. ഓ എന്റെ അമ്മ പറയുന്ന കേട്ടാ തോന്നും ഞാൻ ആദ്യമായിട്ടാ പോകുന്നെന്ന്. എല്ലാ തവണയും പോകുന്നതല്ലേ. ഇന്ന് കരുതി പണ്ടത്തെ കാലൊന്നല്ല, എനിക്കൊരു എമർജൻസി ഉണ്ടായിപ്പോയി, ഇല്ലായിരുന്ന ഞാൻ തന്നെ കൊണ്ട് വിട്ടേനെ. നിങ്ങൾ ഇതൊന്നും കേൾക്കുന്നില്ലേ ദേവേട്ടാ? അവൾ എന്ത് കൂളായിട്ടാ പറയുന്നേ നോക്കിക്കേ. എന്റെ ചിത്രേ, താൻ എന്തിനാടോ ഈ ടെൻഷൻ അടിക്കുന്നേ? കൊച്ചുകുട്ടിയൊന്നല്ലല്ലോ അവള്, ഒന്നുമില്ലേ, ഭാവിയിൽ ഡോക്ടർ ആകുമ്പോ ആളല്ലേ. ഇത്തരം സിറ്റുവേഷനൊക്കെ അവള് ഹാൻഡിൽ ചെയ്ത് പഠിക്കട്ടെ. അങ്ങനെ പറഞ്ഞു കൊടുക്കച്ചേ. ഈ അമ്മ പറയണ കേട്ടാ തോന്നും ഞാൻ കുഞ്ഞുകുട്ടിയാന്ന്. എത്ര വലുതായാലും എനിക്ക് നീ എന്നും കുഞ്ഞാ. പോട്ടെ, ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് കാണാം. കുഞ്ഞാ, എത്തിയ ഉടനെ വിളിക്കണം. ട്രെയിനിൽ ആരോടും അധികം സംസാരിക്കാനോ കൂട്ടുകൂടാനോ ഒന്നും നിൽക്കണ്ട കേട്ടല്ലോ. ഉത്തരവ്. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ആ എന്റെ ഡോക്ടറെ, കൂൾ. പോയിട്ട് വരാച്ചേ. ആടാ പോയിട്ട് വാ, അവിടെ എത്തുമ്പോ വിളിക്കണേ. ഈ സിറ്റുവേഷനെ പറ്റിയ പാട്ടുക. നാട്ടിലേക്കുള്ള യാത്ര, വിൻഡോ സീറ്റ്, വിദ്യാജി. ആഹാ അന്തസ്. രാത്രികൾ പകലുകളാക്കി, പകലുകൾ ഗാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും.
അമ്മൂട്ടി. കുഞ്ഞാ, എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? ചിത്ര വിളിച്ചപ്പോഴും ഒന്നും പറഞ്ഞില്ലല്ലോ. ആ, അത് ഞാൻ പറഞ്ഞിട്ടാ പറയാനത്. എല്ലാ വെക്കേഷനും ഞാൻ വരുന്നതല്ലേ, പിന്നെന്താ? എന്നാലും സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കാത്തത് കൊണ്ടാണെങ്കിൽ ഡോണ്ട് വറി, നമുക്ക് സമയമുണ്ടല്ലോ. മുത്തശ്ശി, ഞാനിപ്പോ വരാവേ. ഇപ്പൊ വന്ന് കേറിയല്ലേ ഉള്ളൂ കുട്ടി. നീ ഇതിനി എവിടേക്ക് പോവാ ഇപ്പൊ? രേവമ്മേനെ കണ്ടിട്ട് വരാം. രേവമ്മ, ആഹാ, ആരിത്? കുട്ടി ഡോക്ടറോ? ഇതെപ്പോ വന്നു? കൂടിപ്പോയ ഒരു 2 മണിക്കൂർ അത്രേ ആയിട്ടുള്ളൂ. എന്നാലും മോള് വരുന്ന കാര്യം അമ്മാളും ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാതെ വന്നതാ, ഒരു സർപ്രൈസ് കൊടുക്കാൻ. കാര്യമായി എന്തോ ഉണ്ടാക്കുകയാണല്ലോ. എന്താ സ്പെഷ്യൽ? ഇത് കുറച്ച് മാമ്പഴ പുളിശ്ശേരിയാ. അയ്യോ, എന്താ ടൈമിങ്! കറക്റ്റ് ദിവസമാണല്ലോ ഞാൻ വന്നത്. ആ, അതെ അതെ. അല്ല, ഇവിടുത്തെ ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി? കൃഷ്ണേട്ടൻ വന്ന പോസ്റ്റ് ഓഫീസ് വരെ പോയതാ. പിന്നെ മാളു, അവൾ എന്റെ വീട്ടിലും പോയി. പക്ഷെ നാളെ വരും. ഓ, അല്ല, നമ്മുടെ വാദ്യാരുടെ? അവൻ മുകളിലുണ്ട്. ആ, ആണോ? ഇന്നങ്ങ് പോയില്ലേ? ഇല്ല, ഇപ്പൊ അവധിയല്ലേ. കുഞ്ഞാ, പോകുന്നതൊക്കെ കൊള്ളാം. വെറുതെ അവനുമായിട്ട് വഴക്കിന് നിൽക്കണ്ട കേട്ടോ. ഞാനാണോ രമേ? വാദ്യാർക്കല്ലേ എന്നെ കണ്ടുകൂടാത്ത? നിന്റെ ഈ വാദ്യാര് വിളി തന്നെയാ കുഴപ്പം. ഓ, പിന്നെ ഞാൻ അങ്ങനെ വിളിക്കും. ആ, എന്താന്ന് വെച്ചാ ചെയ്. അവസാനം എന്നെ വിളിക്കരുത്. ഞാനേ കിട്ടാനുള്ള പോയി മേടിക്കട്ടെ കേട്ടോ. ഇവിടെ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും അവിടെ കാണും. എന്റെ ഭഗവാനെ, ഓരോ കൊല്ലം കഴിയുന്തോറും ഇങ്ങനെ മുടിഞ്ഞ ഗ്ലാമറായവരാണല്ലോ. ഹലോ വാദ്യാരെ, ഒന്ന് മൈൻഡ് ചെയ്യുന്നേ. എന്താ? ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കാണുന്ന ആളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഒരു ചിരിയെങ്കിലും ആവാം. ഇത് പറയാനാണോ നീ വന്നത്? ഓ, ഒരു മാറ്റവും ഇല്ലല്ലോ. എന്റെ പൊന്നു മാഷെ, കുട്ടിക്കാലത്ത് ഞാൻ നിങ്ങളെ നിർബന്ധിച്ച് മാവി കയറ്റിയതും നിങ്ങൾ അവിടെ നിന്ന് വീണതും ഇത് കണ്ടുവന്ന കൃഷ്ണൻ വെച്ച് നിങ്ങളെ പിടിച്ചടിച്ചതും ഒക്കെ ഓർത്തു വെച്ചുകൊണ്ട് ഇപ്പോഴും ഈ ദേഷ്യം കാണിക്കുന്നത് ഭയങ്കര ബോറാണ് കേട്ടോ. കഴിഞ്ഞോ?
ഇല്ല, ഞാൻ തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇപ്പോഴതിന്റെ ദേഷ്യം വെച്ചുകൊണ്ട് എന്നോട് ഈ പിണങ്ങി നടക്കുന്നത് ശരിയല്ല. ഇത് തന്നെയല്ലേ നീ എപ്പോഴും പറയുന്നേ? ആണല്ലോ, പറയുന്ന എനിക്കോ ബോറടിക്കുന്നു, കേൾക്കുന്ന നിങ്ങൾക്കെങ്കിലും അതുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് കൂട്ടുകൂടിക്കൂടെ? ഈ ജന്മം നീ അതിന് പ്രതീക്ഷിക്കണ്ട. ഓക്കെ, അടുത്ത ജന്മത്തിൽ പ്രതീക്ഷിക്കാവോ? എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ നീ നിന്നെ വഴിക്ക് പോ. ഓ, മനുഷ്യനായി ഇത്രേ ഹെഡ് വെയിറ്റ് പാടില്ല. അല്ലെങ്കിൽ ഞാൻ പോവാ. വന്നപ്പോ ഒന്ന് കാണാനോ തോടി വന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഓ, സന്തോഷം. എന്തേ രണ്ടാളും ഉടക്കിയോ? എന്ത് സ്വഭാവം അരയമ്മേരുടെ? നിങ്ങൾ രണ്ടും ചെറുപ്പം തൊട്ടേ ഇങ്ങനെ തന്നെയല്ലേ? അത് ഞാൻ കുഞ്ഞായിരുന്നപ്പോ പറ്റിയതല്ലേ, ഇപ്പോഴും അതൊക്കെ ഓർത്തു വെച്ചോണ്ടിരിക്കുക. ആ, അത് വിട്ടേക്ക്, അവന്റെ സ്വഭാവം അറിയാലോ. മോളിരിക്കി, ഊണ് കഴിക്കാം. വേണ്ടതേ അമ്മേ, ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ചിലർക്ക് അതൊന്നും ഇഷ്ടാവില്ല. അങ്ങനെയൊന്നുമില്ല, നീ ഇങ്ങോട്ട് ഇരുന്നേ. വേണ്ടാത്തവരെ വെറുതെ എന്തിനാ നിർബന്ധിക്കുന്നേ? അമ്മയ്ക്കൊന്നും വേറെ പണിയില്ലേ? ഞാൻ പോവാറേ അമ്മേ. നിനക്ക് എന്താ മാധു, അവളോടൊന്ന് മാറ്റി സംസാരിച്ചാൽ എന്താ? അമ്മ കഴിക്കാനെടുക്ക്. തനി കാട്ടുപോ തന്നെ, എന്നോടൊന്ന് തിരിച്ചു സംസാരിച്ചാലെന്താ? അല്ലെങ്കിലും എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇഷ്ടം തോന്നിപ്പോയി, അത് കാണിച്ചു തരായിരുന്നു. നമ്മളൊരു വെളിയില്ല അല്ലേ? നോക്കിക്കോ, നിങ്ങൾ ഓടിച്ചു മടക്കി കുപ്പിയിലാക്കിയിട്ട് കാവി നാട്ടിന്ന് പോകും. ഇത് സത്യം സത്യം സത്യം. അയ്യോ കുട്ടി. ഏത് നേരം എന്തെങ്കിലുമൊക്കെ വായനയാണല്ലോ. ഇതെന്താ ഇത്? പത്രം. അയ്യോ, ഇതാരാ? അമ്മേ, ഇതാരാ? ശരി, ഞാൻ തോറ്റു. ആരാന്ന് പറ. കുലുകുലു വെൺപനി പോലെ സലസല സല്ലടയാക പല പല കற்பனை മോല പരക്കവ ഉണ്ണിനെ പാക ഇതിപ്പം വന്നു. ഞാനിന്നലെ വന്നതാ. എന്നിട്ട് ഈ അമ്മ ഒന്നും പറഞ്ഞു പോലും ഇല്ലല്ലോ ചേച്ചി വന്നു എന്ന്.
അതിനിപ്പോ നീ ഇങ്ങ് വന്ന് കേറിയതല്ലേ ഉള്ളൂ. അല്ല, നീ എങ്ങനെയാ വന്നേ? മാമൻ കൊണ്ടുവിട്ടു. ചേച്ചി വാ, കൊറേ പറയാനുണ്ട്. പിന്നെ പറ വിശേഷങ്ങളൊക്കെ. എനിക്ക് എന്ത് വിശേഷം? അങ്ങനൊക്കെ തന്നെ. അച്ഛനും അമ്മയ്ക്കൊക്കെ സുഖാണോ? ആ, അവരൊക്കെ സുഖായിരിക്കുന്നു. ഏട്ടനെ കണ്ടോ? കണ്ടു, ഒന്നടക്കുകയും ചെയ്തു. നിങ്ങൾ തമ്മിൽ കണ്ട കീടിയും പമ്പുവാണല്ലോ. ഞാനല്ലല്ലോ, എന്നോടല്ലേ. അത് വിട്, നമുക്ക് ഇതുവഴിയൊക്കെ ഒന്ന് ചുമ്മാ ചുറ്റിട്ട് വരാം. ആ ടീച്ചറാ, ഇതൊക്കെ കാണുമ്പോഴാ. എന്താ കുഞ്ഞേച്ചിക്ക് വേണോ? പക്ഷേ പറിക്കാൻ തോട്ടിയില്ല, എന്ത് ചെയ്യും? അതിന് കീറിപ്പറിക്കാൻ തോട്ട് വേണ്ടല്ലോ. മാളു, നീ പോയി ഉപ്പും മുളകും എടുത്തിട്ട് വാ. ഡി, എന്താ മനുഷ്യ പേടിപ്പിക്കോ? ആരോട് ചോദിച്ചിട്ടാണ് നീ ഇതിന്റെ മണ്ടയ്ക്ക് കയറിയിരിക്കുന്നത്? ആരോട് ചോദിച്ചില്ല. എന്തേ? നീ ആയിട്ട് ഇറങ്ങുന്നോ അതോ ഞാൻ വന്ന് നിന്നെ താഴേക്ക് വലിച്ചിറക്കണോ? ആഹാ, എനിക്കതൊന്ന് കാണണമല്ലോ. യാതൊരു പേടിയില്ലാണ്ടാണല്ലോ അതിന്റെ മേലെ കയറിയിരിക്കുന്നത്. നീ വല്ല കുരങ്ങന്റെ ജന്മമായിരുന്നോ? മനുഷ്യൻ കുരങ്ങനിൽ നിന്നും പരിണമിച്ചുണ്ടായതാണെന്നാണല്ലോ ശാസ്ത്രം പറയണേ. അതുകൊണ്ട് ചാൻസ് ഇല്ലാതില്ല. എന്ത് പറഞ്ഞാലും തർക്കുത്തരം പറഞ്ഞോളാം. നീ ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ? ഇതെന്ത് കഷ്ടാ. ഇതൊക്കെ തിന്ന് വയറും കേടാക്കിയിരി. ബാക്കി ഞാൻ അപ്പ പറയാം. ഭാഗ്യം, ഇത്രേ പറഞ്ഞുള്ളൂ. പിന്നെ പോകാം. ഞാൻ നാളെ അമ്പലത്തിൽ പോകുന്നുണ്ട്. കുഞ്ഞേച്ചി വരുന്നോ? പിന്നെന്താ, എപ്പോഴാ പോകുന്നേ? ഒരു 7:30 ആവുമ്പോ. ഓക്കെ, പോയേക്കാം. അവിടെ മലയാളികളൊക്കെ ഉണ്ടോ ഇപ്പോഴും കൂട്ടിന്? ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഒരു മലയാളിയെങ്കിലും കാണുന്നല്ലേ പറയണേ. അതുപോലെ എന്റെ വീട്ടിലും കാണണമെന്നുണ്ട്. മുത്തശ്ശി, ഞാൻ നാളെ മാളുവിന്റെ അമ്പലത്തിൽ പോവേ. ഈ വേഷത്തിലാണോ കുട്ടിയെ അമ്പലത്തിൽ പോണേ? ചെറുതാറട്ടെ പോരെ. ദേ, ആ അലമാരയിൽ ഒരു കവർ ഇരിപ്പുണ്ട്, നീ അതിങ്ങെടുത്തേ. തുറന്നു നോക്ക്. ഇതെന്താ സെറ്റും കൊണ്ടുവൊക്കെ? മോൾക്ക് വേണ്ടി വാങ്ങി വെച്ചതാ. എന്റെ അമ്മൂട്ടി, ഞാൻ ഇതൊന്നും ഉടുക്കാറില്ല. ഇനി ഉടുക്കാലോ. സാരിയൊക്കെ ചുറ്റാൻ പ്രായമായി നിനക്ക്. ഇതിന് പറ്റിയ ബ്ലൗസ് ഒക്കെ ഇനി എവിടെ നിന്ന് ഒപ്പിക്കാനാ? അച്ഛയുടെ അമ്മയുടെയും മുറിയിൽ പോയി നോക്ക്. അമ്മയുടെ ഏതേലും ഒന്ന് കാണും. അത് നമുക്കൊന്ന് ശരിയാക്കിയെടുക്കാം. എന്റെ അമ്മാവമ്മേ സമ്മതിച്ചു.
പ്രഫുല്ല സരസീരുഹനാരികേര പൂഗദ്രുമാതി സുമനോഹര പാലികാനാം ആവാതി മന്ദമനിലസ്സഹ ദിവ്യഗന്ധൈഃ. അയ്യോ, എവിടെ പോയി? ആ, കിട്ടി. ഓയ് ടക്ലൂസ്, നാ തിരുമ്പി വന്നിട്ട് നിങ്ങളുടെ സ്വന്തം കുഞ്ഞു മാധവ്. അല്ല, മാധവായിട്ടില്ല, ഭാവിയിലാവൂലോ. എന്നെ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ എനിക്ക് അറിയാം. ബട്ട് എന്ത് ചെയ്യാൻ, സാഹചര്യങ്ങളുടെ സംബന്ധങ്ങൾ ഒഴുക്കി പെട്ടുപോയി. അതുകൊണ്ട് തന്നെ 2 ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നെ മன்னிച്ചിടുங்க. അപ്പോ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. എല്ലാവരും കയ്യിരിക്കേ. എന്തിനാ ഇപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് ചോദിച്ചാൽ, ഞാനൊരു ഡേറ്റിന് പോവാണ്. അയ്യോ, ആരും വിഷമിക്കണ്ട, ഇത് ജസ്റ്റ് ഒരു ടെമ്പിൾ ഡേറ്റ് വിത്ത് മാളു. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്റെ പൊന്നു തക്ലൂസെ, എനിക്കറിയാൻ പാടില്ല ഞാൻ എന്തിനാ ഈ കണ്ണെടുത്ത് ഇങ്ങനെ വാങ്ങി പൊളിച്ച് നിക്കണേന്ന്. അല്ല, ഞാനിത് ആരോടെ പറയുന്നത്, നിങ്ങൾക്ക് വല്ല അറിയോ? ഷോ, ഇത് ഞാൻ തന്നെയാണോ? അയ്യോ, ഗെറ്റ് റെഡി വിത്ത് മിക്ക് പാട്ട് വെച്ചില്ലല്ലോ. ബാക്കി ഇനി പാട്ട് വെച്ചിട്ടാവും. ഹേയ് സിരി, ലേ അഴകിയ ലൈല. അഴകിയ ലൈല ടു 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 ടു. ഇതാര്? കാവിന് ലൈല നേരിട്ട് പ്രത്യക്ഷപ്പെട്ടത്? അതെ, അല്ലാന്ന് തോന്നാൻ മാഷിക്ക് ലൈലയെ മുമ്പ് കണ്ട പരിചയം വല്ല ഉണ്ടോ? അമ്മേ, ഒന്നിങ്ങ് വന്നേ. ദേ, ആരാ വന്നിരിക്കുന്നേ നോക്കിക്കേ. ഈ പെണ്ണ് എന്തുവാ പെണ്ണെ രാവിലെ തന്നെ കിടന്ന് വിളിച്ചു പോകുന്നേ? അമ്മേ, ഒന്നിങ്ങ് വന്നേ. ദേ വരുന്ന പെണ്ണെ. അയ്യോ, ഇതാരാ ഇത്? അമ്മയ്ക്ക് മനസ്സിലായില്ലേ? നമ്മളെ കാവിലെ ലൈല. നീ ഇതെന്തൊക്കെയാ പറയുന്നേ? നീ ഇങ്ങോട്ട് മാറിയുന്നേ, ഞാൻ എന്റെ കൊച്ചിനൊന്ന് കാണട്ടെ. സുന്ദരി കുട്ടിയായിട്ടുണ്ട്, ആരുടെയും കണ്ണു തട്ടാതിരിക്കട്ടെ. സാരിയൊക്കെ കൊടുത്ത് വലിയ പെണ്ണായി പോയി. അല്ലേലും ഞാൻ വലിയ കുട്ടിയാ. നിങ്ങളെല്ലാം കൂടെ എന്നെ കുഞ്ഞാ കുഞ്ഞാന്ന് വിളിച്ച് കുഞ്ഞാക്കുന്നതാ. ഇന്ദിരയോ ഇവൾ സുന്ദരിയോ ദൈവരംഭയമോഹിനിയോ. ഇന്ദിരയോ ഇവൾ സുന്ദരിയോ ദൈവരംഭയമോഹിനിയോ. മനം മുന്തിയതോ വിഴി മുന്തിയതോ കരം മുന്തിയതോ எனவே. അമ്മേ, ചായ. ആ, ഇപ്പൊ എടുക്കാം. കുഞ്ഞേച്ചി, ഈ സെറ്റിൽമെന്റ് ഒക്കെ എവിടെ നിന്ന് ഒപ്പിച്ചു? ആ, അതൊക്കെ കിട്ടി. അതെങ്ങനെ ഉണ്ടെന്ന് പറ. സൂപ്പർ, ഒന്നും പറയാനില്ല. നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. കുഞ്ഞേച്ചി, ഞാൻ പോയിട്ട് വഴിപാട് കഴിക്കാനുള്ള പൈസ എടുത്തിട്ട് വരാവേ. ഹലോ വാദ്യാരെ, എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഞാനിത് കൊള്ളില്ല എന്ന് പറഞ്ഞാ നീ മാറ്റുവോ? ഇല്ല, എന്നാലും ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. പറ പറ. അച്ഛൻ ഇന്നലെ പാടത്ത് വെച്ച കോലം കറക്റ്റ് ഇതുപോലെ ഉണ്ടായിരുന്നു.
കുഞ്ഞേച്ചി വാ പോകാം. രേവമ്മേ, ഞങ്ങള് പോവാണേ. ആ പോയിട്ട് വാ. മാനവ്യാലകിം ചരാതടേ മാനവ്യാലകിം ചരാതടേ മാനവ്യാലകിം ചരാതടേ മർമ്മമില്ലതിൽ പേദനേ മനസാമനവ്യാലകിം ചരാതടേ സാമനവ്യാലകിം ചരാതടേ. കുഞ്ഞേച്ചി ദേ നോക്കിക്കേ, വെള്ളാമ്പൽ. ഇവിടുത്തെ ദേവരയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുഷ്പ. നടക്കിൽ വെച്ച് പ്രാർത്ഥിച്ച ആ കാര്യം നടക്കും. ഞാൻ കൊതിച്ചതിന് എനിക്ക് തന്നെ തരണേ മഹാദേവ. കുഞ്ഞേച്ചി എന്താ പ്രാർത്ഥിച്ചേ? അതിപ്പോ പറയില്ല. അത് നടന്ന ഞാൻ ആദ്യം നിന്നോട് പറയാം. പോരെ? നീ എന്താ പ്രാർത്ഥിച്ചേ? അതിപ്പോ പറയില്ല. നടന്നാ ഞാൻ എന്റെ കുഞ്ഞേച്ചിയുടെ അടുത്ത് തന്നെ ആദ്യം പറയാം. മാളു, നമ്മുടെ വാദ്യാരുടെ നാളേതാ? ആയില്യം. വെറുതെ അല്ല, ദേഷ്യം അല്പം കൂടുതലുള്ള കൂട്ടരാണ്. ഗുഡ് മോർണിംഗ് കൃഷ്ണൻ മാഷേ. വെരി ഗുഡ് മോർണിംഗ് കുട്ടി ഡോക്ടറെ. എന്താണ് രാവിലെ തന്നെ എവിടെയോ പോകാനുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു. എവിടേക്കും അല്ല, പിന്നെ ഇത് ശീലായി കുട്ടിയെ. രേവമ്മയുടെ അടുക്കളയിലുണ്ട്, കാര്യമായി എന്തൊക്കെയോ പ്രിപ്പറേഷനിലാണ്. ആണോ? ഞാൻ പോയി നോക്കട്ടെ കേട്ടോ. ആ വാദ്യാരുടെ അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇനി ഇവിടെ ഇല്ലേ? രേവമ്മേ, ആ നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്നോ? ഞങ്ങളിത് ഇങ്ങ് വന്നേ ഉള്ളൂ. ഞാനെങ്കിൽ വീട്ടിൽ പോവാണേ. അയ്യോ പോകുവാണോ? നീ ഇരിക്കേ, കഴിച്ചിട്ട് പോകാം. ഇന്നെന്താ സ്പെഷ്യൽ? ഇന്ന് മാധവന് ഇഷ്ടപ്പെട്ടതാ, ഒട്ടും കടലേ. എങ്കിൽ പിന്നെ കഴിച്ചിട്ട് പോവാ അല്ലേ? കഴിച്ചിട്ട് പോകാം, നീ ഇരിക്കേ. അയ്യോ, ഇത്രയും ഫുഡോ? മോള് വന്ന
പിന്നെ കാര്യമായിട്ട് ഞാനൊന്നും ഉണ്ടാക്കി തന്നില്ലാലോ. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നൊരു സദ്യ തന്നെ ആക്കി കളയാന്ന്. വന്നിരുന്ന് കഴിക്കി, എന്നിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ ടേസ്റ്റ്. ദേ ഇനി ഈ പായസം കൂടെ കഴിച്ചോളൂ. മുത്തശ്ശി, ഞാനിത് അപ്പുറത്തോട്ട് കൊടുത്തിട്ട് വരാവേ. ആ ദേ പതിയെ പതിയെ പോവന്റെ കുട്ടിയെ. ആ ശരി. ഇതെന്താ കുഞ്ഞേച്ചി? ഇത് കുറച്ച് പായസ മുത്തശ്ശി ഉണ്ടാക്കിയതാ. പായസമാണോ? മാളു, ഇതൊന്നും അവന് കൊണ്ടുപോയി കൊടുത്തേ നീ. എനിക്കൊന്നും വയ്യ പടി കയറി പോവാൻ. എങ്കിൽ പിന്നെ ഞാൻ കൊണ്ടു കൊടുക്കാരോ അമ്മേ. ചേടാ, നിങ്ങൾക്ക് ഇതേ പണിയുള്ളൂ. മേ ഐ കമ്മിങ് മിസ്റ്റർ വാദ്യാരെ? വേണ്ട. താങ്ക് യു. ഡി, ഒച്ച വയ്ക്കണ്ട, ഞാൻ ഇത് തരാമെന്നോ. അതെന്താ? പായസം എനിക്ക് വേണ്ട. ഞാൻ തരുന്നോണ്ടാണോ? എങ്കിൽ ഞാൻ മാളുവിനെ കൊടുത്തോളാം. അതാരുടെ കൈ കൊടുത്തു വിട്ടാലും എനിക്ക് വേണ്ട. അതെന്താ, മധുരം കഴിക്കില്ലേ? ഡയബറ്റിക് ആണോ? ഞാൻ ഇവിടെ വെച്ചേക്കാം, പിന്നെ കഴിച്ചാ മതി. കളയാനാണെങ്കിൽ അത് വേണ്ട, അന്നം ദൈവമാണ്. എന്തായി, കുടിച്ചോ? ആ, ഞാൻ അവിടെ വെച്ചിട്ട് പോന്നു. അതൊക്കെ കുടിച്ചോളൂ. ഏട്ടന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഇതൊക്കെ. ഇപ്പൊ പോയി നോക്കി ആ ഗ്ലാസ് കാലിയിട്ടുണ്ടോ? ഓ, അപ്പൊ വീട്ടിൽ തിന്നതാണല്ലേ. മാളു, നിന്റെ അടുത്ത് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് അതിലും ഇതിലെല്ലാം നടന്ന് ഓരോന്ന് വരുത്തി വെക്കരുതെന്ന്. അതെങ്ങനെയാ പറഞ്ഞ അനുസരണ വേണ്ടേ? ഒരു വാക്ക് പറഞ്ഞ അനുസരിക്കില്ല. ദേ ഇപ്പൊ കണ്ടില്ലേ? എന്താ അമ്മ, എന്തു പറ്റി? ഇതെന്താ കയ്യില് മഞ്ഞളൊക്കെ? ഇതിപ്പോ എന്തു പറയാനാ കുഞ്ഞാ? കണ്ട കുറ്റിക്കാട്ടിലൂടെ എല്ലാം നടന്ന് എന്തോ കടിച്ചെന്നോ കുത്തിയെന്നൊക്കെ പറയണു. എന്താണ് ഇതൊക്കെ? ഞാൻ ഒന്ന് വീട്ടിൽ പോയപ്പോ നീ ഇത്ര കോപ്പിച്ചു വെച്ചോ? എന്റെ കുഞ്ഞേച്ചി, നമ്മുടെ വീടിന്റെ മുന്നിൽ ആ ഇല്ലിച്ചെടിയില്ലേ, അവിടെ ഞാനൊരു കുരുവിക്കൂടെ ഉണ്ട് നോക്കാൻ പോയതാ. എന്തോ കുത്തിയതായിട്ട് എനിക്ക് തോന്നി. കുറിച്ച് കഴിഞ്ഞപ്പോ നല്ല വേദന. വല്ല കടന്നലോ ആവും. ആ, അത് തന്നെയായിരിക്കും. ഇനി വല്ല വിഷമുള്ളതാണെങ്കിലോ? അതാ ഞാൻ കുറച്ച് മഞ്ഞൾ പുരട്ടിയ. ഇതെന്താ രാമൻ, മഞ്ഞൾ അരച്ചതാണോ? ആ അതെ. കുഞ്ഞാ, നീ ആ വെള്ളം ഒന്ന് പുറത്തേക്ക് കളഞ്ഞേക്കാവോ? ആ, അതിനെന്താ? നീ ഇത് അവിടെ നിന്ന് അങ്ങ് പുറത്തേക്ക് ഒഴിച്ചാ മതി വേണേ. ശരി. ഡി, നിക്കടെ ഇവിടെ. മാധു, എന്താടാ? അമ്മ ഇത് കണ്ടില്ലേ? ഇനി എന്താന്ന് ഞാൻ പറഞ്ഞു തരണോ? ഞാൻ കണ്ടില്ല രാമൻ, അറിയാതെ പറ്റിയതാ. കണ്ടില്ലെന്നോ? മത്തങ്ങ പോലെ രണ്ടുണ്ട കണ്ണുണ്ടല്ലോ നിനക്ക്. എന്റെ കണ്ണ് മത്തങ്ങ പോലൊന്നുമല്ല. എല്ലാം ഒപ്പിച്ചതും പറ. എന്നിട്ടും അവള് ഡയലോഗ് അടിക്കുന്ന കേട്ടില്ലേ? അല്ല, നീ എന്തിനാ ഈ അടുക്കള വശത്ത് കൂടെ വന്നേ? അവിടെ വെക്കാൻ അച്ഛൻ 2 ജാതി തൈ തന്നു വിട്ടു. അത് വെക്കാൻ വന്നപ്പോഴാ ഇവള്. അത് രേമ വിളിച്ചപ്പോ ഞാൻ ഇങ്ങോട്ട് നോക്കിപ്പോയി, അപ്പൊ പറ്റിയതാ. സോറി. അവളുടെ ഒരു സോറി. മാധു, അറിയാതെ പറ്റിയതല്ലേ?
നീ ഒന്ന് ക്ഷമിക്കേ. എപ്പോഴും ഇവിടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തോണം. എന്താ അടിച്ചിരിക്കുന്നെ? ഇല്ല, ഞാനൊരു പാട്ട് ഓർത്തതാ. ഏത് പാട്ട്? എന്റെ തെങ്കാശി തമിഴ് പൈങ്കിളി. അല്ല, ഈ സിറ്റുവേഷൻ ആ പടത്തിലുണ്ട്. താങ്കളും കലക്കുവാണോ കൊച്ചു ഗള്ളി? നീ നിക്കണേ അവിടെ. ഡി, ഞാൻ ഈ കൊമ്പത്ത് കയറുമ്പോ കറക്റ്റായിട്ട് നീ ഇങ്ങനെ എങ്ങനെയാ എത്തിക്കണത് ഭഗവാന്? എന്താ? നിനക്ക് നിലത്ത് നിൽക്കാനൊന്നും അറിയില്ലേ? എപ്പോഴും എവിടെങ്കിലും വലിഞ്ഞു കയറിക്കോണം. ഞാൻ ഇത് പറിക്കാൻ വേണ്ടി കയറിയതാ. നീ ഇങ്ങ് ഇറങ്ങിക്ക. പറ്റില്ല, എനിക്കത് വേണം. ശരി, നീ ഇങ്ങ് ഇറങ്ങ. നിനക്കത് കിട്ടിയേ പോരെ. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് എന്നെ പറ്റിക്കരുത്. നീ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നോ ഇല്ലയോ? അപ്പനോട് സ്നേഹമൊക്കെ ഉണ്ടല്ലേ? ഇത് സ്നേഹം കൊണ്ടൊന്നും അല്ല. നീ അവിടെ നിന്ന് വല്ലതും വീണ് കഴിഞ്ഞ് അടുത്ത് ഓടേണ്ടത് ഞങ്ങളാ. അതുകൊണ്ടാ. വേണോ? വേണ്ട, നീ തന്നെ കഴിച്ചോ. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? നിന്റെ സ്ഥിരം ചോദ്യമാണെങ്കി വേണ്ട. അല്ലെന്നേ, ഇത് വേറൊരു കാര്യം. എന്നെ അവിടെയുള്ള മല്ലു ഫ്രണ്ട്സ് ഒക്കെ എന്നെ കളിയാക്കി വിളിക്കുന്നത് കാവ്യ മാധവനാണ്. അത് മാധവനല്ല, കാവ്യ ദാസ് ആണെന്ന് പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു. ബട്ട് വാദ്യാര് വിചാരിച്ച നമുക്ക് ആ പേര് കാവ്യ മാധവൻ ആക്കാം. എന്ത് പറയുന്നു? അവിടെ ഒരു കാവ്യമാധവൻ, ഒരു ചാൺ നീളമുണ്ട്, 24 മണിക്കൂറും കൊമ്പത്താ. ഏയ് മാധവ മാഷേ, നിങ്ങൾ മറുപടി പറഞ്ഞില്ല. തൽപര കക്ഷിയല്ല, ഞാൻ ഇനിയും പാടുവിടും. ആ, നീ വന്നോ? മാഡം, ഐസ്ക്രീം. അയ്യോ മഴ, എന്റെ ചുരിദാർ പുറത്ത് കിടക്കുക. എപ്പോ വരാനേ? കേറി പോടി. അവളുടെ ഒരാടടാ മഴടാ.
കലാബോധമില്ലാത്ത മനുഷ്യൻ. കുഞ്ഞേച്ചി ഇതെന്തിരുത്ത ഇങ്ങനെ? പനി പിടിച്ചെന്ന് തോന്നുന്നു. ഇതെന്താ പെട്ടെന്നൊരു പനി? ഐസ്ക്രീം കഴിച്ചത് പനിയായോ? പിന്നെ മഴ നനഞ്ഞു. ഇതൊക്കെ എപ്പം? കുറെ നാളായി ഒരു മഴ നനഞ്ഞിട്ട്. കണ്ടപ്പോ ഒരു കൊതി, പക്ഷെ പണി കിട്ടി. ശരി, ഇവിടെ ഇരിക്കെ. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് ചുക്കുകാപ്പി ഉണ്ടാക്കി തരാം. അപ്പൊ ഈ പനിയൊക്കെ പെട്ടെന്ന് മാറിക്കോളും. അമ്മേ, കുറച്ച് ചുക്കുകാപ്പി ഉണ്ടാക്കണം. അല്ല, ആർക്കാപ്പ ചുക്കുകാപ്പി? കുഞ്ഞേച്ചിക്കാ, നല്ല പനിയാ. ആ മഴ നനഞ്ഞ് ഉണ്ടാക്കിയതല്ലേ? അമ്മേ, അവൾക്ക് മഴ നനഞ്ഞ് പനി വന്നതാ. ഞാൻ ഉമ്മറത്തിന്ന് നോക്കുമ്പോ മഴയത്തുനിന്ന് ഡാൻസ് കളിക്കുന്നത് ഞാനാ ഓടിച്ചു വിട്ടത്. അമ്മ വാ, കുറച്ച് കാപ്പി ഉണ്ടാക്കി കൊടുക്കാം. മാളു, ഇങ്ങോട്ട് വന്നേ. അമ്മ, ആ കാപ്പി ഒന്ന് അപ്പുറത്ത് കൊടുത്തേക്കണേ. ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോവാ. മാളു, ഇത് കൊടുത്തിട്ട് പോടി. എന്റെ കയ്യില് മാവാണ്. അമ്മ ആരോടാ ഈ പറയുന്നേ? അവളിപ്പോ പറമ്പിലെത്തി കാണും. മാധു, നീ ഇതൊന്ന് അപ്പുറത്തേക്ക് കൊടുക്കാവോ? പിന്നെ എനിക്കൊന്നും വയ്യ. എന്താണ് ഇത്? ഒരാൾക്ക് വയ്യാണ്ട് കിടക്കുമ്പോ തന്നെ വേണം നിന്റെ ഈ വാശിയും ദേഷ്യവും ഒക്കെ. അമ്മയല്ലേ പറയണേ, ഇതൊന്നും കൊണ്ടു കൊടുക്ക. ആ മാധു, എന്താ മോനെ? ഇത് അമ്മ അവൾക്ക് ചുക്കുകാപ്പി തന്നു വിട്ടതാ. ആ, അവളങ്ങ് മുകളിലെ മുറിയില. നീ ഒന്ന് കൊണ്ടു കൊടുക്കൂ അവിടം വരെ. ഇത് കുറച്ച് ചുക്കുകാപ്പിയാ, അമ്മ തന്നു വിട്ടതാ. താങ്ക് യു. മഴ നനഞ്ഞ് തന്നെത്താൻ വരുത്തി വെച്ചതല്ലേ? മാധവേട്ടാ, എന്താ എന്നെ ഇഷ്ടമല്ലാത്ത? നിനക്ക് ഒരു എല്ല് കൂടുതലാ. ഓ, അതാണോ? അത് പിന്നെ ആണിന്റെ വാരിയിൽ നിന്നാണ് പെണ്ണിനെ സൃഷ്ടിച്ചത് എന്നാണല്ലോ പറയണേ. ചിലപ്പോ അതാവും. ആര് പറയാണേ? അല്ല, ഞാനങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് എന്റെ കുഴപ്പമല്ലല്ലോ. വയ്യെങ്കിൽ എന്താ, നാവിനൊരു കുറവുമില്ല. നിന്റെ ഫോൺ അടിക്കുന്നു, എടുക്കുന്നില്ലേ? ഏയ്, കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. മതിരി പൊക്കോ. വേണേ ഞാൻ എടുത്തു തരാം. വേണ്ട, കുഴപ്പമില്ല, പൊക്കോ. ഹലോ